ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ദശകം 7, ശ്ലോകം 6. നാനാ ദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദന ഹൃത്യഗാത്രലതയാ വിദ്യോദിതാ ശാന്തരാ ത്വത്പാദാംബുജ സൗരഭൈക കുതുകാ ലക്ഷ്മി സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. പദം നാനാ ദിവ്യവധൂ ജനൈ അഭിവൃത വിദ്യുത് ലതാ തുല്യയാ വിശ്വ ഉന്മാദന ഹൃദ്യ ഗാത്രലതയാ വിദ്യോദിത ആശാ അന്തരാ ത്വത്പാദ അംബുജ സൗരഭ ഏക കുതുകാ ലക്ഷ്മി സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. അർത്ഥം: ഏതൊരു ലോകത്ത് അനേകം ദിവ്യവധൂജനങ്ങളാൽ ചുറ്റപ്പെട്ടവളായി, മിന്നൽക്കൊടിക്ക് തുല്യയായി, വിശ്വത്തെ ഉന്മാദിപ്പിക്കത്തവണ്ണം ഹൃദ്യമായ ഗാത്രലതയുള്ളവളായി, ദിഗന്തരങ്ങളെ പ്രകാശിപ്പിക്കുന്നവളായി, ലക്ഷ്മീദേവി നിന്തിരുവടിയുടെ പാദാംബുജങ്ങളുടെ സൗരഭ്യത്തിൽ മാത്രം കൗതുകത്തോടുകൂടി വിസ്മയനീയങ്ങളായ ദിവ്യവിഭവങ്ങളോടുകൂടി സാക്ഷാത്തായി കാണപ്പെടുന്നുവോ ആ പദം നിന്തിരുവടി എനിക്ക് നൽകണമേ. ശ്ലോകം 7. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീടകടകാദ്യാകൽപതി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണിഛായാരുണം കാരണം വിശ്വേശാന്തവ രൂപമൈക്ഷതവിധി തത്തേ വിഭോ പാതുമേ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം തത്ര ഏവം പ്രതിദർശിതേ നിജപദേ രത്ന ആസന അധ്യാസിതം ഭാസ്വത് കോടി ലസത് കിരീട കടക ആദി ആകൽപ ദീപ്ര ആകൃതി ശ്രീവത്സ അങ്കിതം ആത്ത കൗസ്തുഭമണി ഛായ അരുണം കാരണം വിശ്വേഷ തവ രൂപം ഐക്ഷത വിധി തത്തേ വിഭോ പാതുമേ. അർത്ഥം: വിഭുവായ ഗുരുവായൂരപ്പ, ഇപ്രകാരം കാട്ടിക്കൊടുക്കപ്പെട്ടതായ നിന്തിരുവടിയുടെ സ്ഥാനമായ ആ വൈകുണ്ഠത്തിൽ രത്നാസനത്തിൽ ഇരിക്കുന്നതായി കോടിക്കണക്കിന് സൂര്യന്മാരെ പോലെ ജ്വലിക്കുന്ന കിരീടം, കടകം മുതലായ ആഭരണങ്ങളാൽ പ്രകാശിക്കുന്ന ആകൃതിയുള്ളതും ശ്രീവത്സാങ്കിതവും സ്വീകൃതവുമായ കൗസ്തുഭത്തിൻ്റെ ഛായയാൽ അരുണവർണ്ണമായതും വിശ്വത്തിന് കാരണവുമായ ഏത് രൂപമാണോ ബ്രഹ്മാവ് കണ്ടത് ആ രൂപം എനിക്ക് പ്രകാശിക്കുമാറാകട്ടെ. ശ്ലോകം 8. കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവർണാനമുദാരമന്ദഹസിതസ്യന്ത പ്രസന്നാനനം രാജത് കമ്പുഗദാരി പങ്കജധര ശ്രീമത് ഭുജാമണ്ഡലം സൃഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേ. പദം കാള അംബോധ കളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവർണാനം ഉദാര മന്ദഹസിത സ്യന്ത പ്രസന്ന ആനനം രാജത് കമ്പു ഗദ അരി പങ്കജ ധര ശ്രീമത് ഭുജാ മണ്ഡലം സൃഷ്ടു തുഷ്ടികരം ബഭു തവ വിഭോ മത് രോഗം ഉദ്വാസയേത്. അർത്ഥം: സർവശക്തനായ ഗുരുവായൂരപ്പ, കാർമേഘം പോലെയും കായാമ്പു പോലെയും കോമളമായുള്ള പ്രഭാവലയത്താൽ ദിഗ്ലയങ്ങളെ ആവരണം ചെയ്യുന്നതും സുന്ദരമായ മന്ദഹാസത്തിൻ്റെ സ്യന്തത്താൽ പ്രസന്നമായ മുഖത്തോടു കൂടിയതും പ്രകാശവത്തുക്കളായ ശംഖം, ചക്രം, ഗദ, പങ്കജം എന്നിവ ധരിച്ചിട്ടുള്ള ഭുജാമണ്ഡലത്തോടു കൂടിയതും സ്രഷ്ടാവിന് പ്രീതി നൽകിയതുമായ നിന്തിരുവടിയുടെ ശരീരം എൻ്റെ രോഗത്തെ നശിപ്പിക്കട്ടെ. ശ്ലോകം 9. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂത്വത്പാദപാദോരുഹി ഹർഷാവേശവശം വദോ നിബദിത പ്രീത്യാ കൃതാർത്ഥി ഭവാൻ
ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തഥാ പാതയ ദ്വൈതാദ്വൈതഭവത്സ്വരൂപപരമിത്യാചഷ്ടതം ത്വാം ഭജേ. പദം ദൃഷ്ട്വാ സംഭൃതസംഭ്രമ കമലഭൂ ത്വത്പാദ പാദോ രുഹേ ഹർഷ ആവേശ വശം വദ നിപതിത പ്രീത്യ കൃത അർത്ഥീ ഭവൻ ജാനാസി ഏവ മനീഷിതം മമ വിഭോ ജ്ഞാനം തത് ആപാദയ ദ്വൈത അദ്വൈത ഭവത് സ്വരൂപ പരം ഇതി ആചഷ്ട തം ത്വാം ഭജേ. അർത്ഥം: ബ്രഹ്മാവ് ഭഗവാനെ കണ്ടിട്ട് ഹർഷാവേശത്തിന് വശംവദനായി സംഭ്രമത്തോടെ നിന്തിരുവടിയുടെ പാദപത്മങ്ങളിൽ വീണ് കൃതാർത്ഥനായി തീർന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: വിഭോ, എൻ്റെ അഭിലാഷം നിന്തിരുവടിക്ക് അറിയാം. നിന്തിരുവടിയുടെ ദ്വൈതരൂപത്തിലും അദ്വൈത രൂപത്തിലുള്ള സ്വരൂപത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനം എനിക്ക് ഉണ്ടാക്കി തരണമേ. ഇങ്ങനെ ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ട അങ്ങയെ ഞാൻ ഭജിക്കുന്നു. ശ്ലോകം 10. ആതാമ്രേ ചരണേ വിനിമ്രമതതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിധാന സർഗവിധിഭിർബന്ധോപി സംജായതേ ഇത്യാഭാഷ്യഗിരം പ്രതോഷനിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗദം സമുദൈരയസ്സ ഭഗവൻ ഉല്ലാസയോല്ലാംഘതാം. പദം ആതാമ്രേ ചരണേ വിനമ്രം അതതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധത്തേ ഭവിത ന സർഗവിധിഭിഃ ബന്ധം അഭി സഞ്ജായതേ ഇതി ആഭ്യാസ്യ ഗിരം പ്രദോഷനിതരാം തച്ചിത്ത ഗൂഢസ്വയം സൃഷ്ടൗതം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയ ഉല്ലാഘതാം. അർത്ഥം: ഭഗവാന്റെ അല്പം ചുമന്ന നിറമുള്ള ചരണങ്ങളിൽ താണുവണങ്ങുന്ന ബ്രഹ്മാവിൻ്റെ കൈകളെ തൻ്റെ കൈകളാൽ സ്പർശിച്ചുകൊണ്ട് അങ്ങേക്ക് ആവശ്യപ്പെട്ട ജ്ഞാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. സൃഷ്ടികർമ്മത്താൽ ബന്ധം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് ബ്രഹ്മാവിനെ ഏറ്റവും സന്തോഷിപ്പിച്ചിട്ട് ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ഗൂഢമായി സ്ഥിതി ചെയ്ത് ബ്രഹ്മാവിനെ സൃഷ്ടികർമ്മത്തിന് വേണ്ട വിധത്തിൽ പ്രേരിപ്പിച്ചു. അപ്രകാരമുള്ള നിന്തിരുവടി എൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കണമേ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നിർത്തട്ടെ. ഹരി ഓം തത്സത്ത്.